പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയെ തീർക്കാൻ വേണ്ടി അജയനും പ്രസീതയും അനിരുദ്ധനും കൂടി പ്ലാനുകൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ അനിരുദ്ധൻ ഗുണ്ടകൾക്ക് ഭാവനയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇവളെയാണ് തട്ടിക്കൊണ്ടു പോവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഏർപ്പാടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർക്ക് പോവാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയണേ. ഇനി ഞാൻ വിളിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അനിരുദ്ധൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് അജയനും പ്രസീതയും കൂടി ഭാവനയെയും സൂര്യയെയും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാവന തനിച്ചാണ് പോകുന്നതെങ്കിൽ അനിരുദ്ധനെ വിളിച്ച് അറിയിക്കണം. എന്നിട്ട് അവളെ തട്ടിക്കൊണ്ടു പോവാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പിന്നെ എൻ്റെ മോൾക്ക് ഭാര്യയായി ഭാവന ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഭാവനയോട് സൂര്യ പറയണേ, നീ എത്രയും പെട്ടെന്ന് ഇനി വീട്ടിലേക്ക് പോവാൻ നോക്കണം. കാരണം ഇനി ഇവിടെ നിൽക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, അതിലേക്ക് ഞാൻ ഇവിടെ നിന്നും പോകുന്നത് കൊണ്ട് ചെറിയൊരു നീരസം ഉണ്ടാവും എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അത് നീ ഒന്നും കാര്യാക്കണ്ട, അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളാം, നീ വായോ, നമുക്ക് പോവാം. അജയനും പ്രസീതയും ഇവിടെ ഉള്ളത് കൊണ്ട് നിന്നെ ഇവിടെ നിർത്തുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാം എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, ഇതുവരെയും എൻ്റെ മുന്നിലേക്ക് അജയനും പ്രസീതയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ നിൻ്റെ മുന്നിലേക്ക് വരാനൊക്കെ അവർക്ക് ചെറിയൊരു ഉളുപ്പുണ്ടാവും, അതുകൊണ്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അജയനും പ്രസീതയും സൂര്യയും ഭാവനയും സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭാവനയും സൂര്യയും പോവുകയാണെങ്കിൽ, ഒരുമിച്ച് പോവുകയാണെങ്കിൽ അനിരുദ്ധനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ലല്ലോ എന്ന് പ്രസീത പറയട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മാനസയുടെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് മാനസയാണെങ്കിലോ വയറ് വേദനിച്ചിട്ട് ഇങ്ങനെ കരയുകയാണ് കേട്ടോ. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്നറിയില്ല അമ്മേ, എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു, എങ്കിൽ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മാറിക്കോളും എന്ന് പറയണം. അപ്പോഴാണ് അജയന് ഈ ബുദ്ധി തോന്നുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം, നീ ഒന്ന് ഇങ്ങ് വന്നേ എന്ന് സ്വകാര്യത്തിൽ പ്രസീതയോട് പറയുകയാണ്. എന്നിട്ട് പ്രസീതയും അജയനും മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇതൊരു നല്ല ഒരു ഐഡിയ ആണ്, ഭാവന തനിച്ചു പോവാൻ ഒരു നല്ല ഒരു മാർഗമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സൂര്യയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. കാരണം മാനസിക്ക് പെട്ടെന്ന് വയറുവേദന കൂടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരുമില്ല, ദേവൻ ഏതായാലും ഇവിടെയില്ല, എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നാൽ മതി, അപ്പോൾ പിന്നെ മാനസയെ കൊണ്ടുപോകാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോൾ സൂര്യക്ക് ഇവിടെ നിന്ന് പോവാനും കഴിയില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധി ഇപ്പോൾ പ്രയോഗിക്കാം എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി ജയനിർമ്മലയെ കാണുകയാണ്. എന്നിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട്, ഇന്നൊരു ദിവസം കൂടി മോളെ നിനക്ക് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, അത് വേണ്ട, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്കും സേതുവേട്ടനൊന്നും തീരെ താല്പര്യമില്ല, ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ, അജയനും പ്രസീതയും ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ ജയനിർമ്മലയ്ക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ സൂര്യ പറയണ, അമ്മേ ഇപ്പോൾ തൽക്കാലം ഭാവന പോയിക്കോട്ടെ, എനിക്കും താല്പര്യമില്ല ഇപ്പോൾ റിസ്ക് എടുത്ത് ഭാവനയെ ഇവിടെ നിർത്താൻ, അജയനും പ്രസീതയും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കും താല്പര്യമില്ല എന്ന് പറയണം. അപ്പോൾ ഭാവന പറയണ, ആൻറ്റി ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരാം ഇവിടേക്ക്, പക്ഷെ ഇവിടെ നിൽക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല, അങ്ങനത്തെ അനുഭവമാണല്ലോ എനിക്ക് ഇവിടെ നിന്നും ഉണ്ടായത്, അത് അമ്മയും സേതുവേട്ടനും പറയുന്നത് പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയണം. അങ്ങനെ സൂര്യ ഭാവനയും കൊണ്ട് പോവാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോഴത്തേക്കും പ്രസീത അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ജയെ എന്താണെന്നറിയില്ല, മാനസിക്ക് പെട്ടെന്നൊരു വയറുവേദന, നീ ഒന്ന് അവിടേക്ക് വന്നേ എന്ന് പറയട്ടോ. അപ്പോൾ എല്ലാവരും കൂടി മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മാനസ എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്നൊരു വയറുവേദന എന്നൊക്കെ പറയുമ്പോൾ ഭാവന മാനസയെ ഒന്ന് പരിശോധിക്കുകയാണ്. എന്നിട്ട് മാനസയ്ക്കുള്ള ഗുളിക കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവന പറയാണ്, സൂര്യ നീ ഇപ്പോൾ തൽക്കാലം എൻ്റെ കൂടെ വരണ്ട, മാനസയ്ക്ക് ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വേദന മാറിയില്ല എന്നുണ്ടെങ്കിൽ മാനസയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം, അതുകൊണ്ട് ഇനി എനിക്കൊരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞ് ഭാവന തനിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സൂര്യ പിന്നെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഭാവന തനിച്ച് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തതിൽ പോവുകയാണ്. അപ്പോൾ അജയനും പ്രസീതയും കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് അജയനും പ്രസീതയും മാനസയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, സൂര്യക്ക് നിന്നോട് നല്ല കരുതലുണ്ട്, അവൻ ഭാവനയെ തനിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ, അതുകൊണ്ട് ഈ ഒരു കരുതലും സ്നേഹവും നീ നശിപ്പിക്കരുത് മോളെ എന്നൊക്കെ അജയൻ പറയട്ടെ. അത് കേൾക്കുമ്പോൾ മാനസിക്ക് ഒരു സന്തോഷം വരികയാണ്, സൂര്യയുടെ കരുതലും സ്നേഹവും കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ. എന്നിട്ട് അജയൻ നേരെ അനിരുദ്ധനെ വിളിക്കുകയാണ്, ഭാവന ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്, ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും രാത്രിയാവുകയാണ്. അങ്ങനെ ഭാവന തനിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാവനയുടെ കാറ് പിന്തുടർന്നുകൊണ്ട്
അനിരുദ്ധൻ്റെ ഗുണ്ടകളും കാറിൻ്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഭാവന ആ സമയത്ത് ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഗായത്രിയുടെ ഫോണിലേക്ക് കിട്ടുന്നില്ല. അങ്ങനെ സേതുവിന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സേതു ആണെങ്കിൽ കള്ളും കുടിച്ച് 4 കാലിലാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് കതകിൽ പോയി മുട്ടുകയാണ്. മായെ കതക് തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ആരും തന്നെ അത് കേൾക്കുന്നില്ല. അങ്ങനെ സേതു അരിത്തിണ്ടിൽ തന്നെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സേതുവിൻ്റെ ഫോണിലേക്ക് ഭാവന വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് സേതുവേട്ട, അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, സേതുവേട്ടൻ അമ്മയോടൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സേതു കള്ളിൻ്റെ പുറത്ത് പറയുകയാണ്, നീ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലോ, അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ സേതുവേട്ടൻ എന്താ കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നോട് കള്ള് കുടിച്ചോ എന്നൊന്നും ചോദിക്കാനൊന്നും വരണ്ട, നീ ഞാൻ പറയുന്നത് കേൾക്കാതെയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ട് നീ ഇനി ഇവിടേക്ക് വരികയും വേണ്ട, അവിടെ തന്നെ നിന്നാൽ മതി എന്നും പറഞ്ഞ് സേതു പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ഫോണ് കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ വിഷമമാവുകയാണ്, ഞാൻ പോന്നതിൽ സേതുവേട്ടന് നല്ല ദേഷ്യമുണ്ട്, അതിൻ്റെ പരിഭവമാണ്. എന്തായാലും സേതുവേട്ടൻ്റെ പരിഭവമൊക്കെ വീട്ടിലെത്തിയ ശേഷം മാറ്റിയെടുക്കണം, അതുപോലെ സേതുവേട്ടൻ്റെ ഈ കള്ളുകുടിയും നിർത്തണം എന്നൊക്കെയാണ് കേട്ടോ ഭാവന ആ സമയത്ത് കാറിലിരുന്ന് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്കും ഭാവനയുടെ പുറകെ വരുന്ന ഗുണ്ടകൾ ഭാവനയുടെ കാറ് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് കേട്ടോ. എന്നിട്ട് തടഞ്ഞു നിർത്തി ഭാവനയെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവനയെ അനിരുദ്ധൻ്റെ ഗുണ്ടകളൊക്കെ കൂടി തട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ. കാറിൽ നിന്നും ബലം പിടിച്ച് ഭാവനയെ പിടിച്ചുകൊണ്ട് അവരുടെ കാറിലേക്ക് കയറ്റുകയാണ്. അപ്പോഴേക്ക് ഭാവന ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ, എന്തിനാണ് നിങ്ങൾ എന്നെ തടയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കൂടുതൽ മിണ്ടരുത്, ഒച്ചയുണ്ടാക്കരുത്, നിന്നെ ഞങ്ങൾ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയെ കാറിനകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ ആ 3 ഗുണ്ടകളും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഈ ടാക്സിക്കാരനെ അവർ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭാവനയും കൊണ്ട് ആ ഗുണ്ടകളൊക്കെ അവർ അനിരുദ്ധൻ പറഞ്ഞ ഗോഡൗണിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിയാതെ സൂര്യയും ഭാവനയുടെ വീട്ടുകാരും ഇതൊന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സേതു ഗായത്രിയോടും മായയോടും കൂടി ചേർന്ന് പറയുകയാണ്, അല്ല മായെ, ഭാവന എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഭാവന അതിന് ഇവിടേക്ക് ഇന്നലെ വന്നിട്ടില്ലല്ലോ, സൂര്യയുടെ വീട്ടിൽ തന്നെ നിന്നു എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അല്ല ഭാവന ഇവിടേക്ക് വരികയാണെന്ന് പറഞ്ഞ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചല്ലോ, ആ സമയത്ത് ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി ആകെ പേടിക്കുകയാണ്, എന്താ സേതു നീ പറയുന്നത്, അതെ ഭാവന എനിക്ക് വിളിച്ചതാണ് എന്ന് പറയട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സൂര്യക്ക് വിളിക്കുകയാണ്. എന്നിട്ട് സൂര്യയോട് പറയാണ്, ഭാവന ഇവിടേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ മോനെ എന്ന് ഗായത്രി ചോദിക്കാട്ടോ. ഇല്ല, മാനസിക്ക് ഇന്നലെ പെട്ടെന്നൊരു വയറുവേദന വന്നപ്പോൾ ഭാവന തന്നെയാണ് എന്നോട് തനിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് അതിൽ പോയത്, അപ്പോൾ ഭാവന ഇതുവരെയും എത്തിയിട്ടില്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ സൂര്യക്ക് ആകെ പേടിയാവുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് സൂര്യ പെട്ടെന്ന് ഗായത്രിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗായത്രിയും മായും ഭരത്തും സേതു ഒക്കെ കരയുകയാണ് കേട്ടോ. ഭാവനയെ എന്ത് പറ്റിയാണാവോ, ഭാവനയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ, ഭാവന പിന്നെ എവിടെ പോയി എന്നൊക്കെ ടെൻഷനോട് കൂടിയിട്ട് സേതു കരഞ്ഞുകൊണ്ട് സൂര്യ വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ്, ഭാവന എവിടെ, ഞങ്ങൾ ഭാവന മോൾ എവിടെ എന്നൊക്കെ ചോദിച്ച് കരയാണ് കേട്ടോ. അങ്ങനെ ഭരത്ത് സൂര്യയും കൂടി നിന്നിട്ട് പറയുകയാണ്, സൂര്യ ഒന്നുകൊണ്ടും നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, എൻ്റെ ഭാവനയില്ലാതെ ഈ സൂര്യ ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, എവിടെ പോയാലും ഭാവനയെ ഞാൻ കണ്ടെത്തി ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞ് ഭരത്തും സേതുവും സൂര്യയും കൂടി ഭാവനയെ തേടി പോവുകയാണ്. ഈ സമയം അനിരുദ്ധൻ ഫോൺ വിളിക്കുകയാണ് അജയനെയും പ്രസീതനെയും. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഭാവനയെ കാണാത്തതിൻ്റെ പേരിൽ പരിഭ്രമിച്ച് ഇവിടെ നിന്നും സൂര്യ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളെ എവിടെ പോയാലും അവർക്ക് കണ്ടെത്താനാവില്ല, പക്ഷെ നിന്റെ ഓരോ നീക്കവും അവരിനി നിരീക്ഷിക്കും, അതുകൊണ്ട് അജയ പ്രസീത നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, നിങ്ങൾ ഒരു സംശയവും അവർക്ക് കൊടുക്കരുത്, നിങ്ങളാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് അവർ ഒരിക്കലും മനസ്സിലാക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധൻ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും സൂര്യയും സേതുവും ഭരത്തും കൂടി ചേർന്ന് ഭാവനയെ കണ്ടെത്തുകയാണ് കേട്ടോ. അങ്ങനെ അനിരുദ്ധൻ്റെ ഗുണ്ടകളെ നിലംപരിശമാക്കിയ ശേഷം ഭാവനയെ സുരക്ഷിതമായിട്ട് തന്നെ കണ്ടുപിടിക്കുകയാണ്. ഭാവനയ്ക്കും കുഞ്ഞിനും ഒരു അപകടവും കൂടാതെ സൂര്യ ഭാവനയെ രക്ഷിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഈ സമയം സുനിൽ ഷെട്ടി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ മാനസയെ തേടി വരികയാണ് കേട്ടോ. ഇനി ഭാവനയെ ചതിക്കാൻ വേണ്ടി നോക്കിയ അജയനും പ്രസീതയ്ക്കും മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെ മാനസയാണ് കേട്ടോ ഇനി സുനിൽ ഷെട്ടിയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവാനിരിക്കുന്നത്.